ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് നമുക്ക് വന്ന വഴിയിലൂടെ ഒരു യാത്ര ചോദിക്കട്ടെ. കഥ തുടരുന്നു എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ തങ്കച്ചൻ. ജിഞ്ചറിന്റെ പ്രൊഡ്യൂസർ ജഗദീഷ് ചന്ദ്രൻ. പേരിനൊരു മകൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഡയറക്ടർ വിനു ആനന്ദ്. കഥ തുടരുന്നു എന്ന് പറയുന്ന ചിത്രത്തിന്റെ ക്യാമറമാൻ വേണു. മോളി ആന്റി റോക്സ് എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് ഉഷ. ലാസ്റ്റ് ബെഞ്ച് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജിജു അശോകൻ. ഗോഡ് ഫോർ സെയിൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ സോറി, എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല. പൊന്നോ വരണമെങ്കിൽ അറിയാതെ പി ടി സലീം. അവര് 3-4 പേരുണ്ടായിരുന്നു. കഥ തുടരുന്നു എന്ന് പറയുന്ന ചിത്രത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് മല്ലിക. പേരിനൊരു മകൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ടോമിച്ചൻ. അല്ല സോറി, എനിക്കറിയില്ല. തമ്പി ഇബ്രഹാം. തമ്പിച്ചൻ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്ന് അറിയോ? മൻമോഹൻ സിംഗ്. രാഷ്ട്രപതി പ്രണബ് മുഖർജി. രാഷ്ട്രപിതാവ് അതുപോലെ അറിയണ്ട, ഇവിടെ സ്റ്റാർ റാങ്കിംഗ് പറഞ്ഞിട്ടിരിക്കുന്നത്. എനിക്കറിയാൻ വേണ്ടി ചോദിച്ചാണ്. അതാണ് കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധി. മഹാത്മജി. ഇവിടെ വന്നിരുന്നിട്ട് ഒരുപാട് SSLC ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ചോദിച്ചാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാം പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല വെള്ളച്ചോറ്, കപ്പ കുഴച്ചത്, നല്ല ചോന്ന മീൻകറി, പുളിശ്ശേരി. പിന്നെ വേറെ എല്ലാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മുണ്ട് നേരിയതും. കാഷ്വൽസിൽ 3/4 ഇതുപോലത്തെ ടോപ്പും. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചെമ്മീൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് രണ്ടാം ഊഴം. ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ MT വാസുദേവൻ നായർ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ, കാണണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഡോക്ടർ KJ യേശുദാസ്. കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ. ഇനി ഒരിക്കലും കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരിക്കലും കാണണ്ടെന്ന് ജീവിതത്തിൽ കാണണ്ട. എനിക്ക് ഈ രോഗികളെയൊക്കെ കാണാൻ ഭയങ്കര വിഷമമാണ്. ക്യാൻസർ പേഷ്യൻസിനെ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള രോഗപരമായ അവസ്ഥകളൊക്കെ ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ അസൂയയും കുശുമ്പും ഒക്കെ ഉള്ള ആൾക്കാരൊന്നും എനിക്ക് ജീവിതത്തിൽ കാണണ്ട. നമ്മൾ ചതിക്കുന്ന ആൾക്കാരില്ലേ, പറ്റിക്കുന്ന ആൾക്കാരെയൊന്നും പിന്നെ ജീവിതത്തിൽ കാണേ വേണ്ട. ഭർത്താവിന് വീട്ടിൽ വരാൻ പറ്റുള്ളൂ. എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും അല്ല. എന്റെ ഏട്ടൻ വളരെ നല്ല ഏട്ടനാ. ശരി, പിന്നെന്താ ഏറ്റവും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം? പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം അത് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു തരാം. പോകാൻ ഇഷ്ടമില്ലാത്ത വൃത്തികെട്ട സ്ഥലം. അത്രയും ടോയ്ലറ്റിലാ എനിക്ക് ഏറ്റവും പടിയുള്ള കാര്യം. പിന്നെ ഞാൻ പുതിയ പ്രോജക്റ്റുകൾ പറയാനായിട്ട് അങ്ങനെ പുതിയ പ്രോജക്ട്സ് ഒന്നും ഇല്ല. പുതിയ പ്രോജക്ട്സ് ഒന്നുമില്ല പറയാനായിട്ട്. അതേതൊക്കെയാണ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ? രണ്ടുപേരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ജയറാമിന്റെ ദിലീപിനെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമ വന്നു. ആരുടെ പടം സെലക്ട്? അപ്പൊ ആരോടാണ് കൂടുതൽ ഇഷ്ടം ആണോ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, ആരുടെ പടം ചെയ്യും. നമ്മൾ ചുമ്മാ കുടുംബ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാരക്ടർ ഏതാ നല്ലതെന്ന് നോക്കും. രണ്ടിലും നല്ല ക്യാരക്ടർ ആണെങ്കിലോ ഇപ്പൊ ചോദിക്കും തിരിച്ചല്ലേ? രണ്ടിലും നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാച്ചാ അത് ചെയ്യും. രണ്ടിലും ഒരെണ്ണത്തിലും മമ്മൂട്ടിയുടെ നായിക, ഒരെണ്ണത്തിലും മോഹൻലാലിന്റെ നായിക. ഉറപ്പായിട്ട് ഞാൻ മമ്മൂക്കയുടെ നായികയാവും. അതെന്താണത്? വെറുതെ ആണെങ്കിലും കാര്യമായിട്ടാണ് പറഞ്ഞത്. ദിലീപിന്റെയും ജയറാമിന്റെയും പടം ഒരുമിച്ച് വന്നു. ആരുടെ പടത്തിനിടെ? ജയറാമേട്ടനെ നായികയായിട്ട് അഭിനയിക്കാൻ പോവും. ശരി, അപ്പൊ എന്തെന്നറിയോ, ജയറാമേട്ടന്റെ കൂടെയാണ് ഈ ലെങ്തി ആയിട്ടുള്ള റോൾസ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ജയറാമേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ നല്ലൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാറുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. ബയോളജിയാണോ? അല്ല, ദിലീപേട്ടന്റെ കൂടെ അത്രയും വലിയ റോൾസ് ഒന്നും അഭിനയിക്കാൻ
ലയൺ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ദിലീപേട്ടൻ്റെ പെങ്ങളായിട്ടാണ് അഭിനയിച്ചത്. പക്ഷെ ഇത് കുറച്ചും കൂടി കുസൃതിയും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതുപോലെയുള്ള കഥാപാത്രങ്ങൾ തന്നെ ചെയ്യുന്ന ആളല്ലേ ഇപ്പുറത്ത് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എങ്ങനെ ചോദിച്ച് വെള്ളം കുടിപ്പിക്കാതെ എനിക്ക് ജയറാമേട്ടനും ദിലീപൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതെ, അതൊക്കെയല്ലേ. പക്ഷേ അവരുടെ എനിക്ക് അതുകൊണ്ട് ചോദിക്കാം. അത് ചോദിച്ചു. എനിക്ക് രണ്ടുപേരും ഒരേപോലെ തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ സോറി പറയും, കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. എനിക്ക് ദിലീപേട്ടനെ നായികയായിട്ട് അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ജയറാമേട്ടൻ വിടുന്നില്ല. ജയറാമേട്ടന്റെ പെണ്ണിലേക്ക് വെക്കും. അങ്ങനെയല്ലേ? അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് എപ്പോഴും എൻ്റെ തെറ്റ് എൻ്റെതായിട്ട് അംഗീകരിക്കാനാണ് ഇഷ്ടം. എൻ്റെ കാര്യങ്ങളൊക്കെ മറ്റൊരാളുടെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കാറില്ല. സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 12ാം ക്ലാസ് വരെ അല്ലേ, അത്ര നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭർത്താവ് പാടി കേൾക്കാൻ ആഗ്രഹമുള്ള ഗാനം ഏതാ? ലക്ഷ്മിനെ കെട്ടിയതിന് ശേഷം ഭർത്താവ് സ്ഥിരം പാടുന്ന പാട്ടാണത്. അല്ല, ഇനി എന്റെ അവസ്ഥ വരുവാനില്ല. എനിക്ക് ഏട്ടൻ പാടി കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടാണോ എന്നൊരു പണിയിട്ടെ. ഈ പാട്ട് ലക്ഷ്മിക്ക് പാടി കേൾക്കാൻ ആഗ്രഹമുള്ള ചേട്ടന്റെ ശബ്ദത്തിൽ തന്നെ, ചേട്ടനെ കൊണ്ട് തന്നെ നമുക്ക് ഈ വേദിയിൽ പാടിച്ചാലോ? ഏട്ടൻ പാടുവോ? ഏട്ടൻ പാടും. അത് ഈ വേദിയിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഇപ്പം ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷെ ഞങ്ങൾ അദ്ദേഹത്തിലെ കലാകാരനെ എനിക്കറിയാം. ജയേഷ് നല്ല പാട്ടുകാരനാണ്, നല്ല പ്രഗത്ഭനും പ്രശസ്തനുമായിട്ടുള്ളൊരു ഗായകൻ്റെ പുത്രനാണ്. അദ്ദേഹം വരുമ്പോൾ നമ്മൾ പാടിക്കാതെ പോകുന്നത് ശരിയല്ല. അത് ഞങ്ങൾക്കൊരാവശ്യമാണ്. അതുകൊണ്ട് ജയേഷിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജയേഷിനെ കുറിച്ചിട്ട് വൈഫ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു. ജയേഷിന് ഇഷ്ടപ്പെട്ട പാട്ട്, അല്ലെങ്കിൽ ജയേഷ് സ്ഥിരം വൈഫിന് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ട് വരുവാനില്ലാരും ഇന്ന് ഒരു നാളും ഈ വഴിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാ പറഞ്ഞു. ലക്ഷ്മി പാടി. ജയേഷ് ആ പാട്ടാണ് പാടാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ജയേഷിന് വേറെ ഏതെങ്കിലും പാടുമോ? ഒരാൾ പറഞ്ഞ പാടിയ പാട്ട് തന്നെ വീണ്ടും പാടുന്നതിൽ ഒരു സുഖമില്ല. ജയേഷ് ഇഷ്ടപ്പെട്ട പാട്ട് പഠിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പിന്നെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് സമ്മാനം കിട്ടിയൊരു പാട്ടുണ്ട്, മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരം. അല്ല, എന്നെ പറ്റി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞത് നല്ലതോ ചീത്തയോ? നല്ല തന്നെയാണ്. ഒരു ഏറ്റവും ഭർത്താവിനെ കുറിച്ചിട്ട് ഒരു ഭാര്യയ്ക്ക് എന്തൊക്കെ നുണ പറഞ്ഞ് പൊക്കാൻ പറ്റുന്നു അതൊക്കെ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് ആലിംഗനം പാടില്ല. അതെ അതെ. ഇത് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭർത്താവ്, വേറെ കാര്യം പറയാം, ഒരു ആർട്ടിസ്റ്റിന് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ലക്ഷ്മിപ്രിയ എനിക്ക് തോന്നുന്ന കല്യാണത്തിന് ശേഷമാണ് സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിയത്. സാധാരണ നേരെ തിരിച്ചാണ് സംഭവിക്കാറ്. കല്യാണം കഴിഞ്ഞാൽ ആരും അഭിനയിക്കാൻ വിടാത്തതാണ്. പക്ഷെ അങ്ങനെ അഭിനയിക്കാൻ ഒരു കലാകാരിയെ പൂട്ടിക്കെട്ടിയിടാതെ അഭിനയിക്കാൻ വിട്ട്, അപ്പോൾ ആ കലാകാരിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. ഓക്കെ, നല്ലൊരു ഗായകൻ. ആ ഗായകനൊന്ന് പാടിക്കോട്ടെ.